ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ ബൈ റീ. അപ്പോൾ ഇന്ന് തെങ്ങ് കയറാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരിക്ക് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടെൻഡർ കോക്കനട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കരിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് പുഡിങ്, അതുപോലെ തന്നെ കേക്ക്, അതുപോലെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തെങ്ങ് കയറാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കിടാൻ. അപ്പോൾ തെങ്ങ് കയറൽ കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് തേങ്ങയൊക്കെ പറക്കാം. അപ്പോൾ 4 കരിക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉപ്പ തന്നെ കരിക്കൊക്കെ വെട്ടി തന്ന്. ഹായ് ഹായ് അങ്ങനെ അതിൻ്റെ കഴമ്പൊക്കെ നമ്മൾ ടീസ്പൂൺ കൊണ്ട് എടുത്ത് അത് നമ്മൾ കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്കൊരു പനന്തൊങ്ങ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. പനന്തൊങ്ങ വെച്ചിട്ട് ചെയ്താലും ശരിക്കും നമ്മളെ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, ഏകദേശം ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ പാലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി കട്ടാക്കണം. പിന്നെ ചിലവർക്ക് കട്ടായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ, അത്രയും തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നന്നായിട്ട് കട്ടാക്കിയിട്ടില്ല, കുറച്ചാണ് കട്ടായിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഏലക്കായ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറായിട്ട് ഏലക്കായ ഇട്ട് കൊടുക്കാൻ പറ്റും. എനിക്കത് അത്രയും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല അതിൽ. എന്നിട്ട് ഇതിൽ കുറച്ച് ഷുഗർ ഇടാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിയണമെന്നില്ല. അങ്ങനെ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് നന്നായിട്ട് അടിക്കേണ്ട, ഞാൻ കുറച്ചിന് കടിച്ച് തിന്നാൻ പാകത്തിന് കുറച്ചൊന്ന് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി കരിക്കിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇടാം. ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷൻ ചെയ്യാൻ ബൂസ്റ്റിൻ്റെ പൗഡറാണ് മേലെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ടെൻഡർ കോക്കനട്ട് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവരും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.